മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം. മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. ഒഴൂർ അയ്യായിൽ മുസ്ലിം ലീഗ് ഓഫീസ് തീവച്ച് നശിപ്പിച്ച നിലയിൽ ഓഫീസിലെ ഫർണിച്ചറുകൾ ഉൾപ്പെടെ കത്തിനശിച്ചു. ശനിയാഴ്ച പുലർച്ചെയോടെയാണ് സംഭവം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തീ മറ്റു കടകളിലേക്കൊന്നും വ്യാപിക്കാതിരുന്നതിനാൽ വലിയൊരു അപകടമാണ് ഒഴിവായത്. താനൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. സമാധാനത്തിൽ കഴിയുന്ന ഒരു പ്രദേശത്തെ ഇത്തരം അക്രമം നടത്തിയവർ എത്രയും വേഗം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. ഒഴൂർ അയ്യായിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം ലീഗ് ഓഫീസാണ് തീയിട്ട് നശിപ്പിച്ചത്. ശനിയാഴ്ച പുലർച്ചെയോടെയാണ് സംഭവം. പുക ഉയർന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് പരിസരവാസികൾ എത്തിയത്. വേഗത്തിൽ തീയണച്ചെങ്കിലും ഓഫീസിലെ ഫർണിച്ചറുകൾ ഉൾപ്പെടെ പൂർണ്ണമായും കത്തിനശിച്ചു. ഓഫീസിന്റെ 2 ഭാഗങ്ങളായി ഹോട്ടലും പലചരക്ക് കടയുമുണ്ട്. തീ മറ്റു കടകളിലേക്കൊന്നും പടരാതിരുന്നതിനാൽ വലിയ ഒരു അപകടമാണ് ഒഴിവായത്. ഓഫീസിന്റെ ഷട്ടറിനടിയിലൂടെ തീയിട്ടതാകാനാണ് നിഗമനം. തികച്ചും ദൗർഭാഗ്യകരമായ സംഭവമാണ് ഉണ്ടായതെന്നും ഒരു പ്രശ്നവുമില്ലാത്ത പ്രദേശത്താണ് ഇത്തരം ഒരു സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടമുണ്ടായത്. അക്രമികളെ എത്രയും വേഗം പിടികൂടണമെന്ന് നുഹു കരിങ്കപ്പർ ആവശ്യപ്പെട്ടു. ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഒരു നാട്ടിൽ തിരഞ്ഞെടുപ്പ് നടക്കലും വിജയപരാജയങ്ങളൊക്കെ സാധാരണയാണ്. പക്ഷെ ഇവിടെ വിജയിച്ചതിൻ്റെ പേരിൽ നാട്ടിൽ അങ്ങനെ ഒരു നമ്മളെ അറിവിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലില്ല. പക്ഷേ ഇവിടെ ഒരു ആഘോഷ പരിപാടി ഇന്ന് വിജയാഘോഷം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അത് മുടക്കലാണോ ഇതിൻ്റെ പിന്നിലെ ഉദ്ദേശമെന്ന് നമുക്കറിയില്ല. സാമൂഹ്യദ്രോഹികൾ ചെയ്തിട്ടുള്ളത് തീർത്തും അപകടകരമായൊരു സംഗതിയാണ്. കാരണം വളരെ സമാധാനത്തോടു കൂടി കഴിയുന്ന ഒരു പ്രദേശമാണ് അയ്യായ പ്രദേശം എന്ന് പറയുന്നത്. പല രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്, പല സംഘടനകളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അവർക്കിടയിൽ ഇന്നേ വരെ ഒരു സംഘർഷമോ അല്ലെങ്കിൽ അവർക്കിടയിൽ എന്തെങ്കിലും പരസ്പര വൈരമോ ഇതുവരെ നിലനിൽക്കുന്നില്ല. പക്ഷെ തമ്മിൽ തെറ്റിക്കാനും ജനങ്ങളെ ഭിന്നിപ്പിക്കാനും നാട്ടിൽ കലാപമുണ്ടാക്കാനും വേണ്ടിയുള്ള സാമൂഹ്യദ്രോഹികളുടെ ഒരു ശ്രമമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. തീർച്ചയായും ഇത് അപലപനീയമാണ്. ശക്തമായ നടപടി വേണം. ഈ പ്രതികളെ മുന്നോട്ട് കൊണ്ടുവരണം, അല്ലെങ്കിൽ നാടിന്റെ സമാധാനം തകർന്നു പോകും. പ്രദേശത്ത് സമാധാനാന്തരീക്ഷം തകർക്കുന്ന ഇത്തരം ശക്തികളെ എത്രയും വേഗം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം നേതാവ് MP അഷ്റഫും പറഞ്ഞു. ഈ ഗവൺമെന്റിനെതിരെയുള്ള ഒരു വിധിയെഴുത്ത് കൂടിയിട്ടാണ് UDFന്റെ ഈ വിജയം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ വിജയത്തിൽ വിവിധ പ്രദേശങ്ങളിൽ CPM കരുതിക്കൂട്ടി ഇപ്പോൾ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല UDFന്റെ വിജയാഘോഷ പരിപാടികൾ അത് ഏത് രീതിയിലും തടയണമെന്നുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ പല ഭാഗത്തും നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് ഇന്ന് ഇവിടെയും ഇത് സംഭവിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ പ്രദേശത്തെ ജനങ്ങൾ UDF സ്ഥാനാർത്ഥികളെ അത്യുഗ്രമായ വിജയമാണ് സമ്മാനിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും ആ വിജയം ആഘോഷിക്കുവാൻ UDFന്റെ പ്രവർത്തകന്മാർക്ക് അവകാശമുണ്ട്. ആ അവകാശം ഇല്ലാതാക്കുവാൻ ഒരു ശക്തിക്കും സാധിക്കുകയില്ല എന്നതാണ് സത്യം. അതാര് ശ്രമിച്ചാലും ശരി, അത് തടയാൻ ആർക്കും കഴിയില്ല. ജനാധിപത്യമാണ്. ജനാധിപത്യ മാർഗത്തിലൂടെ ജനങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ആഘോഷമാണ്. അല്ലാതെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരോ കോൺഗ്രസ് പ്രവർത്തകന്മാരോ മാത്രം നിന്നുകൊണ്ടുള്ള ഒരു ആഘോഷമല്ല വിവിധ പ്രദേശങ്ങളിൽ നടക്കുന്നത്. താനൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രദേശത്തെ CCTV ക്യാമറകളും പരിശോധിക്കുന്നുണ്ട്.